ഹലോ, അടുത്തായിട്ട് പറയാൻ പോകുന്നത് വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ. അതായത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട്, ഒരുപാട് ആവാസ വ്യവസ്ഥകളുണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അല്ലേ. അതായത് ജീവികൾക്കും അതേപോലെ സസ്യങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും താമസിക്കാൻ അനുയോജ്യമായ കുറേ സ്ഥലങ്ങൾ. അതിന് എക്സാമ്പിളാണ് ഫോറസ്റ്റ്, ഓഷ്യൻ. ഫോറസ്റ്റിൽ എന്താ ഉണ്ടാവുക, വൈറ്റ് ഫോറസ്റ്റ് കണ്ടെയ്നിങ് മെനി അനിമൽസ് അല്ലേ, അനിമൽസ് ഉണ്ടാവും, ഓരോ അനിമൽസ് ആൻഡ് ബേർഡ്സ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഓഷ്യനിൽ എന്താ ഉണ്ടാവുക, ഓഷ്യൻസിൽ ഫിഷസ് ആണ് ഏറ്റവും കൂടുതലുണ്ടാവുക. ഗ്രാസ് ലാൻഡിൽ ചെറിയ ജീവികൾ, ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ടണ്ട്ര, അതിൽ വേറെ ബിയർ ടൈപ്പ് ഉണ്ടാവും. അതേപോലെ വെറ്റ് ലാൻഡിൽ ഫിഷസ് ആൻഡ് ഒരുപാട് കിളികൾ, പക്ഷികൾസൊക്കെ ഉണ്ടാവും. അതേപോലെ ഡിസേർട്ടിൽ എന്താ ഉണ്ടാവുക, ഡെസേർട്ടിൽ മരുഭൂമിയിൽ മരുഭൂമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മൃഗങ്ങളും സസ്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് മൃഗങ്ങൾ? ഒട്ടകം മൃഗം സസ്യത്തിൽപ്പെട്ടതാണ്. എന്ത്, നമ്മളെ ഡെസേർട്ടിൽ പെടുന്ന മറ്റേ മുള്ളൻ ചെടികളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളും അവരുടെ ജീവിക്കുന്ന ജീവികളെയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഭൂമിയിൽ വസിക്കുന്ന ജൈവ വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് എന്ത്, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഇൻ ദ ബയോഡൈവേഴ്സിറ്റി കണ്ടെയ്നിങ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി എക്സെട്ര. അതായത് എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിയിൽ കാണപ്പെടുന്നത്? ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം. സെക്കൻഡ് വൺ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസുകളുടെ വൈവിധ്യം കാണാം. അതേപോലെ തന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയും കാണാം. എന്നീ തലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദ വേർഡ് ഫസ്റ്റ് പ്രൊഡ്യൂസഡ് ദ വാൾട്ടർ ജി റോസൻ 1985 ഈ ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ഈ ഒരു പദം, അതായത് ജൈവ വൈവിധ്യം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജൈവ വൈവിധ്യത്തെ പറ്റി പറഞ്ഞു അല്ലേ. ജൈവ വൈവിധ്യം എന്താണെന്നൊക്കെ പറഞ്ഞു അവിടെ. അതായത് അവർ ജീവികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥകളുമായി ചേരുന്നതാണ് ജൈവ വൈവിധ്യം. അവർക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു പ്രത്യേക ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങൾ എന്തിൽ പെട്ടതാണ്? ജൈവവൈവിധ്യത്തിൽ പെട്ടതാണ്. ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽസ്, അതായത് ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ലഭിക്കുന്നതുകൊണ്ടാണ്. ലഭിക്കും. എന്തൊക്കെ ലഭിക്കും? ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് ഭക്ഷണം ലഭിക്കും, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കളൊക്കെ ലഭിക്കുന്നുണ്ട്. അതേപോലെ പാരിസ്ഥിതിക സേവനങ്ങൾ, എക്കോളജിക്കൽ സർവീസസ് എന്തൊക്കെ? മണ്ണ് രൂപീകരണം, സോയിൽ പ്രൊഡക്ഷൻ ഫോമേഷൻ, പ്രിവെൻഷൻ ഓഫ് സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് തടയൽ. അതേപോലെ ഓക്സിജൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ്, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം, ശുദ്ധജല ലഭ്യത, അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, കൺട്രോൾ ഓഫ് ഫ്ലഡ്സ്, പ്രളയത്തെ തടയുക, ക്ലൈമറ്റ് കൺട്രോള്, കാലാവസ്ഥാ നിയന്ത്രണം. അതേപോലെ സഹായ സേവനങ്ങൾ, അതായത് ഓക്സിലറി സർവീസസ് ഏതൊക്കെയാണ്? ജൈവവൈവിധ്യത്തിന്റെ സേവനങ്ങളാണല്ലോ ഇതൊക്കെ. അതായത് ബയോഡൈവേഴ്സിറ്റി സർവീസസ്, ഓക്സിലറി സർവീസസ് ആണ് ന്യൂട്രിയന്റ് സൈക്ലിംഗ്, പോളിനേഷൻ, ബയോളജിക്കൽ കൺട്രോൾ, സീഡ് ഡിസ്പേഴ്സൽ, പോഷക സംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം എന്നിവയൊക്കെ എന്തിൻ്റെ സർവീസസ് ആണ്? ജൈവ വൈവിധ്യത്തിൻ്റെ സേവനങ്ങളാണ്. അടുത്തത് സാംസ്കാരിക സേവനങ്ങൾ, കൾച്ചറൽ സർവീസസ്. എന്തൊക്കെയാണ്? ഓസ്തെറ്റിക്സ്, അതായത് സൗന്ദര്യാസ്വാദനം, അതേപോലെ റിക്രിയേഷൻ, വിനോദങ്ങൾ, സ്റ്റഡി, പഠനമുണ്ട്, റിച്വൽ ആൻഡ് ദെയർ പ്രാക്ടീസ്, അതായത് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇതിൽ പെടുന്നുണ്ട്. അതായത് നമ്മുടെ ജൈവ വൈവിധ്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കംഫർട്ടായിട്ടുള്ളൊരു സോണിലോട്ട് ആവാസ വ്യവസ്ഥയായിട്ട് മാറുകയാണല്ലേ. അപ്പോൾ ഈ ജൈവ വൈവിധ്യം എന്തൊക്കെയാണ് കൊടുക്കുക, എന്തൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷൻ, അതായത് ജൈവ വൈവിധ്യത്തിന്റെ ശോഷണത്തെ പറ്റിയാണ് പറയുന്നത്. കുറേ കാലം മുമ്പ് ഇൻ അവർ വേൾഡ് ദ നമ്പർ ഓഫ് birds are very high, but in this time the number of birds is very less. അല്ലേ, ധാരാളം പക്ഷികൾ സമ്പന്നമായ നമ്മുടെ പരിസരം ഇന്ന് പ്രദേശങ്ങളിൽ പക്ഷികളുണ്ടോ? ഇല്ല. ഇതൊക്കെ ഈ പക്ഷികളെ ഒന്നും ഇപ്പോൾ കാണാനില്ല എന്നല്ല, എണ്ണം വളരെ കുറവാണ്. ഇതൊക്കെ എന്താണ് ടാട്ടർ പോലെയുള്ള പക്ഷികളും കൊക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ടവരും അതേപോലെ മൈനാസിൽ പെട്ടവരൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ആണ് പറയുന്നത്. ഡോഡോ, എ കൈൻഡ് ഓഫ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്, വാസ് കോമൺ ഇൻ ദ ഐലൻഡ് ഓഫ് മെട്രോട്ടിസ്. അതായത് ഡോഡോ എന്നൊക്കെ പറയുന്ന പക്ഷിയൊക്കെ എന്താണ്? എക്സ്റ്റിങ്ഷൻ ബാധിച്ച അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷന് വിധേയമായിട്ടുള്ള പക്ഷിയാണ്. മൗറീഷ്യസ് ദ്വീപിൽ സാധാരണമായിരുന്ന ഡോഡോ പറക്കാൻ കഴിവില്ലായിരുന്നു.
ലക്ഷക്കണക്കിന് എണ്ണം ഉൾക്കൊള്ളുന്ന കൂട്ടങ്ങളായ അമേരിക്കയിലെ ആകാശങ്ങളിൽ പറന്നിരുന്ന സഞ്ചാരി പ്രാവുകളാണ് ഡോഡോ എന്ന് പറയുന്നത്. എ വൈൽഡ് ജബ്ര വെറൈറ്റി ഫ്രം ദ സദേൺ പാർട്ട് ഓഫ് അമേരിക്ക. അതായത് ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു സീബ്ര ഇനമായ കോഗ്ലകൾ എന്നിവയെല്ലാം ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയവരിൽ ചിലണം. അതായത് ഇതിൽപ്പെട്ടവരാണ് ക്വാഗ എന്നീ പറയുന്ന സീബ്രയും അതേപോലെ പാസഞ്ചർ പിജിയൻസും ഡോഡോയും ഒന്നും ഇപ്പോൾ എവിടെയില്ല, നമ്മുടെ ലോകത്ത് ജീവിക്കുന്നില്ല. ഇതൊക്കെ വംശനാശത്തിന് വിധേയമായവരാണ്. വംശനാശത്തിന് വിധേയമായി ഇവിടെ ജീവിക്കുന്നില്ല. ഇനി എന്താ പറയുന്നത് ചോദിച്ചാൽ ഇവരെ പരിരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവരും ഇങ്ങനെ വംശനാശത്തിന് വിധേയം. ആരൊക്കെയാണ് ഇവർ? ലയൺ ടെയിൽഡ് മെക്കാക്ക, സിംഹവാലൻ കുരങ്ങ്, മലബാർ ഹോംബില്ല്, നീലഗിരി താറ് അതായത് നമ്മുടെ വരയാട്, മലബാർ സിവറ്റ്, മരമഞ്ഞൾ അതായത് ടേമറിക്കിന്റെ മരമാണ് കേട്ടോ, സറാക്ക ഇൻഡിക്ക അതായത് അശോക ട്രീ എന്നിവയൊക്കെ ഇവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇവരും പോകുമെന്നാണ് പറയുന്നത്. ദർ ആർ മെനി സ്പീഷീസ് ദാറ്റ് ആർ എൻഡാങ്കേർഡ് ഫോർ വാരിയസ് സീസൺ. ഇവരൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഓരോ കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അത് അടുത്ത പോലെ റെഡ് ടാറ്റ ബുക്ക്. എന്താണ് റെഡ് ടാറ്റ ബുക്ക്? IUCN ഈസ് ആൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേഷൻ. അതായത് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇതിനനുസരിച്ച് റെഡ് ഡാറ്റ ബുക്കിൽ വംശനാശന ഭീഷണി നേരിട്ടവരും ഇനി ഭീഷണി നേരിടാൻ പോകുന്നവരും ഓരോരുത്തരെ ഓരോ ലിസ്റ്റിലിട്ട് കുറേ ലിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തുകയും അവരെ സംരക്ഷിക്കേണ്ട രീതിയും മനസ്സിലാക്കി തരുന്നതാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഇസ് ആൻ എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ ഓപ്പറേഷൻ ഇൻ വേരിയസ് കൺട്രി. അതായത് വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. The information on plants and animals facing extinction is listed every year under the auspices of IUCN. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ റെഡ് ഡാറ്റ ബുക്ക്. സം കൺട്രീസ് ആർ പ്രിപ്പയറിംഗ് ദർ ഓൺ റെഡ് ഡാറ്റ ബുക്ക്. അതായത് ചിലവർ അവരുടെ രാജ്യത്തിനായിട്ട് റെഡ് ഡാറ്റ ബുക്കും ഉണ്ടാക്കുന്നുണ്ട്. The information in the red data book is helpful understanding the extent biodiversity laws and planning and implement conservation activities. അതായത് ഈ റെഡ് ഡാറ്റ ബുക്കിലൂടെ ആരൊക്കെയാണ് വംശനാശ ഭീഷണി നേരിടുന്നവർ, ആരൊക്കെയാണ് നേരിടാൻ പോകുന്നവർ, ഇവരുടെ എണ്ണത്തിലുള്ള ചേഞ്ചസിനനുസരിച്ചൊക്കെ പട്ടികയാക്കിയിട്ടുണ്ട്. ഇവരെയൊക്കെ കൺസർവ് ചെയ്യേണ്ട രീതികളും എങ്ങനെയാണ് കൺസർവ് ചെയ്യുക എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി റെഡ് ഡാറ്റ ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്, സഹായകമാണ്.